ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, ആൻഡ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 3 സ്കീമ ആർക്കിടെക്ചർ. എന്താണ് ഈ 3 സ്കീമ ആർക്കിടെക്ചർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഡേറ്റാബേസിനകത്ത് നമ്മൾ ഇപ്പം നമുക്ക് എൻഡ് യൂസേഴ്സ് ഉണ്ട്. നമുക്ക് ഈ ഒരു എൻഡ് യൂസേഴ്സ് കാണുന്നത് ഒരു പർട്ടിക്കുലർ സാധനമായിരിക്കും. അത് കഴിഞ്ഞിട്ട് അതിനെ ഞാൻ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നത് വേറൊരു ഫോർമാറ്റിലായിരിക്കും. അപ്പം ഈ ഒരു എൻറ്റയർ പ്രോസസ്സിൽ ഒരു പ്രോപ്പർ എന്നാണ് പറയുന്നത് ഒരു ഡെഫിനിഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ 3 സ്കീമ ആർക്കിടെക്ചർ കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പേർപ്പസ് എന്താണ്? യൂസേഴ്സിന് അബ്സ്ട്രാക്റ്റ് വ്യൂ പ്രൊവൈഡ് ചെയ്യണം. അതായത് എനിക്കാവശ്യമായിട്ടുള്ള ഡേറ്റ മാത്രം എനിക്ക് കാണണം. ബാക്കി എന്താണോ പുറകിൽ നടക്കുന്നത് അതൊരു യൂസർ എന്നുള്ള നിലയിൽ ഞാൻ അറിയേണ്ട ആവശ്യം ഇല്ല. അതാണ് 3 സ്കീമ. അത് പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ 3 സ്കീമ ആർക്കിടെക്ചർ യൂസ് ചെയ്യുന്നത്. ഈ 3 സ്കീമ ആർക്കിടെക്ചറിൽ നമുക്ക് 3 ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ഉണ്ട്. ഇൻറ്റേർണൽ സ്കീമ, കൺസെപ്ച്വൽ സ്കീമ ആൻഡ് എക്സ്റ്റേണൽ സ്കീമ. ഈ കൺസെപ്ച്വൽ സ്കീമയും എക്സ്റ്റേണൽ സ്കീമയും നമുക്ക് എഡിറ്റ് ചെയ്യുന്നത് DDL യൂസ് ചെയ്തിട്ടാണ്, ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. അതെന്താണെന്നുള്ളത് നമുക്ക് താഴത്തെ ടോപ്പിക്സിൽ ഡിസ്കസ് ചെയ്ത് പോകാം. ഇതാണ് ഡയഗ്രാം വരുന്നത്. ഓക്കെ, ദിസ് ഇസ് മീ, അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ വ്യൂ ചെയ്യുന്നതാണ് എൻഡ് യൂസേഴ്സ്. ഈ എൻഡ് യൂസേഴ്സ് കാണുന്നത് എക്സ്റ്റേണൽ ലെവലിലെ ഡേറ്റയാണ്. ഓക്കെ, ഈ ഒരു ഡേറ്റേനെ നമ്മൾക്ക് ഇൻറ്റേർണൽ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റാബേസിനകത്തുള്ള ടേബിൾസ് ഫോമാറ്റിലുള്ള ഡേറ്റ ആയിരിക്കും. ഓക്കെ, ടേബിൾസ് ഫോമാറ്റ് ഓർ ഹൗ എവർ ഇറ്റ് ഇസ് സ്റ്റോർഡ് ഇൻ സെൽ. ഇനി ഈ ഡേറ്റേനെ എനിക്ക് ഇവിടെ വരെ എത്തിക്കാനും ഈ ഡേറ്റാബേസിലുള്ളതിന് എനിക്ക് വ്യൂവേഴ്സ് അല്ലെങ്കിൽ എൻ്റെ എൻഡ് യൂസേഴ്സ് വരെ എത്തിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രോസസ്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് എന്ത്, നമ്മളുടെ ഈ ഒരു 3 സ്കീമ ആർക്കിടെക്ചർ. ഇതിലെ ആദ്യത്തെ ലെവൽ നമുക്ക് നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഇൻറ്റേർണൽ ലെവലിൽ നിന്ന് താഴെ നിന്ന് തുടങ്ങാം. ഇൻറ്റേർണൽ സ്കീം അല്ലെങ്കിൽ ഫിസിക്കൽ സ്കീമ എന്ന് പറയും. ഇനി ഇൻറ്റേർണൽ ലെവൽ എന്താണ് നടക്കുന്നത്? ഇവിടെ എൻ്റെ ഡേറ്റാബേസുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന സ്കീമയാണ് ഇത് ഇൻറ്റേർണൽ സ്കീമ എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ സ്കീമിൽ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഫിസിക്കൽ സ്റ്റോറേജ് സ്ട്രക്ചർ ആൻഡ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം പ്യോർലി സ്റ്റോറേജ് ബേസിസിലാണ് നമ്മൾ ചെയ്യുന്നത്. എൻ്റെ ഇപ്പം ഇന്ന ടേബിൾ ഈ ഒരു സെക്ഷനിൽ എവിടെയാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഡേറ്റനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് എന്നീ കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്താണ്? ഇൻറ്റേർണൽ സ്കീമയിലാണ്. ഇവിടെ ഫിസിക്കൽ ഡേറ്റ മോഡലാണ്, നമ്മൾ മണ്ടേയിൽ പറഞ്ഞ ഫിസിക്കൽ ഡേറ്റ മോഡലാണ് യൂസ് ചെയ്യുന്നത്. ഫിസിക്കൽ ഡേറ്റ മോഡൽ എന്തായിരുന്നു? എൻഡ് യൂസേഴ്സ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഇത് ഡേറ്റ എവിടെയാണ്, എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മോഡലിൽ ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും. എഗെയിൻ യൂസേഴ്സ് വെച്ച് ഇൻട്രാക്ഷൻ ഇല്ല. പക്ഷെ ഇവിടെയാണ് നമ്മുടെ ആക്ച്വൽ ഡേറ്റ കിടക്കുന്നത്. ദിസ് ഇസ് അവർ ആക്ച്വൽ ഡേറ്റ. ഡേറ്റാബേസിൽ എന്താണോ സ്റ്റോർ ചെയ്തേക്കുന്നത് ആ ആക്ച്വൽ ഡേറ്റ നമുക്കിവിടെയാണ് കിടപ്പുള്ളത്. ഓക്കെ, ഇനി ഈ ഇൻറ്റേർണൽ ലെവലിൽ നിന്ന് അടുത്ത് നമ്മൾ പോകുന്നത് കൺസെപ്ച്വൽ ലെവലാണ്. കൺസെപ്ച്വൽ ലെവൽ എന്താണ്? നമ്മളുടെ ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചർ ഇവിടെ ഇവർ ഡിഫൈൻ ചെയ്യും. ഇവിടെ നമുക്ക് മിഡ് ലെവൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ എൻഡ് യൂസറിൻ്റെ അത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളുമല്ല. ഇതിനകത്ത് നമുക്ക് ബേസിക്കലി ഡേറ്റ ടൈപ്സ്, ഓപ്പറേഷൻസ്, കൺസ്ട്രെയിൻസ് എന്നീ കാര്യങ്ങളൊക്കെയാണ് കൺസെപ്ച്വൽ സ്കീമയിൽ ഡിഫൈൻ ചെയ്ത് വെക്കുന്നത്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എക്സ്റ്റേണൽ സ്കീം. എക്സ്റ്റേണൽ സ്കീം എന്താണ്? യൂസറുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ഇൻ്റർഫേസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സാധനം യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. യൂസറിന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സാധനമായിരിക്കും എന്ത്, ഈ ഒരു എക്സ്റ്റേണൽ സ്കീമ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? ഈ ഒരു എക്സ്റ്റേണൽ സ്കീം നിങ്ങൾ ഇവിടെ ഈ ഒരു ഡയഗ്രാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ 2 എക്സ്റ്റേണൽ വ്യൂസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ കുറേ കുത്തുകൾ കിടപ്പുണ്ട്. എന്താണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഗ്രൂപ്പ്, ഇപ്പം ഞാനൊരു ലൈബ്രറിയുടെ എക്സാമ്പിൾ എടുക്കുകയാണ്. ഓക്കെ, ലൈബ്രറിയൻസിന് ഒരു സെറ്റ് വ്യൂസ് ആയിരിക്കും, സ്റ്റുഡൻറ്റിന് വേറൊരു സെറ്റ് വ്യൂസ് ആയിരിക്കും, ടീച്ചേഴ്സിന് വേറൊരു സെറ്റ് വ്യൂസ് ആയിരിക്കും. ഞാൻ പറഞ്ഞുതരാം. ഒരു ലൈബ്രറിയിൽ നമ്മൾ പോവാണ്. ഓക്കെ, ലൈബ്രറിക്കകത്ത് ഏതൊക്കെ ബുക്സ് അവൈലബിൾ ആണ്, ആരൊക്കെ എടുത്തിട്ടുണ്ടെന്നുള്ളത് സ്റ്റുഡൻറ്റ് കാണേണ്ട ആവശ്യമില്ല. ഇപ്പം ഇന്ന ബുക്ക് ഇന്ന കുട്ടി എടുത്തു എന്നുള്ളത് സ്റ്റുഡൻറ്റ് കാണേണ്ട ആവശ്യമില്ല. സ്റ്റുഡൻറ്റിന് മേ ബി അവർ എടുത്ത ബുക്കുകളും ഏതൊക്കെ ബുക്കുകൾ എടുക്കാൻ പറ്റും, ഫ്രീ ആയിട്ടുള്ള ഏതൊക്കെ ബുക്സാണ് എന്നുള്ളത് ഒരു സ്റ്റുഡൻറ്റിന് കണ്ടാൽ മതി.
കിട്ടിയോ? ഒരു ലൈബ്രറിയന് പക്ഷേ എന്താണ്, ഏത് സ്റ്റുഡൻറ്റ് ഏത് ബുക്കാണ് എടുത്ത്, അതിന് ഇവർക്ക് ഇത്ര ഡ്യൂ ഉണ്ട് എന്നീ കാര്യങ്ങളൊക്കെ ഒരു ലൈബ്രറിയൻ അറിയണം. ടീച്ചേഴ്സിന് ചിലപ്പം ടീച്ചേഴ്സിൻ്റെ സെറ്റ് ഓഫ് ബുക്സ്, റെഫറൻസ് ബുക്ക് എന്തൊക്കെയാണ് എന്നൊക്കെ അറിയേണ്ടതുള്ളൂ. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാവരും അറിയേണ്ട ആവശ്യമില്ല. അത് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റ്റേണൽ ലെവലിൽ എക്സ്റ്റേണൽ വ്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ എക്സ്റ്റേണൽ വ്യൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേനും എന്തൊക്കെയാണോ യൂസർ ഗ്രൂപ്പിന് ആവശ്യം, ആ ഒരു യൂസർ ഗ്രൂപ്പിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കാണിക്കും, ബാക്കി നമ്മൾ ഹിഡൻ ആയിരിക്കും വെച്ചേക്കുന്നത്. സോ നമ്മൾ ഈ ഒരു 3 സ്കീമ ആർക്കിടെക്ചറിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് എക്സ്റ്റേണൽ ലെവൽസ്, നമ്പർ ഓഫ് എക്സ്റ്റേണൽ ലെവൽസ് കാണും. പക്ഷേ ഒരു കൺസെപ്ഷ്യൽ ലെവലും ഒരു ഇൻറ്റേർണൽ ലെവലും മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ കൺസെപ്റ്റ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണത് പോകുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ എൻ്റെ എക്സ്റ്റേണൽ സ്കീമയിൽ ഞാനൊരു ലൈബ്രറിയനാണ്. ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാനിവിടെ എനിക്കൊരു പുതിയ ബുക്ക് എൻ്റർ ചെയ്യണം. ഓക്കെ, ഐ നീഡ് ടു എൻ്റർ എ ന്യൂ ബുക്ക്. ഇതാണ് എൻ്റെ റിക്വസ്റ്റ്. ഓക്കെ, ഈ ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പം കൊടുത്തു. ഫോർ എക്സാമ്പിൾ ബുക്കിൻ്റെ നെയിം, ബുക്കിൻ്റെ നമ്പർ. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ഇത്രയാണ് സംഭവം. ഇനി ഈ ഡീറ്റെയിൽസ് എന്താണ് ചെയ്യുന്നത്, ഈ ഡീറ്റെയിൽസിനെ ഞാൻ കൺസെപ്ഷ്വൽ സ്കീമയിലോട്ട് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി കൺസെപ്ഷ്വൽ സ്കീമയിലോട്ട് പാസ് ചെയ്യുമ്പോൾ എന്താണ്, ഇതിവിടെ കൺസെപ്റ്റ്സ് അല്ലേ നമ്മൾ പറഞ്ഞു, ഏതൊക്കെ കൺസെപ്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ഈ ഒരു കൺസെപ്ഷ്വൽ സ്കീമ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചിലപ്പം നമുക്കൊരു ടേബിൾ കാണും, ബുക്സ്. ആ ബുക്സിൻ്റെ എന്തൊക്കെയാണ് വേണ്ടത്, ഓക്കെ, നെയിം ആണെന്നുണ്ടെങ്കിൽ അതിന് സ്ട്രിങ് വേണം, നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിന് എന്താണ് ഇപ്പം എന്തെങ്കിലും 6 ക്യാരക്ടേഴ്സ് വേണം. എന്നിട്ട് ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോയെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കൺസെപ്ഷ്വൽ ലെവലിലാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. കൺസെപ്റ്റ്സിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടി. ആ ഒരു സ്ട്രക്ചർ വെച്ച് വാട്ട് ദി ആർ ഡൂയിങ്, വി ആർ സെൻഡിങ് ഇൻ ടു ദി ഇൻറ്റേർണൽ സ്കീം. ഇനി എന്താണ് ഇൻറ്റേർണൽ സ്കീമയിൽ എന്താണ് നടക്കുന്നത്, ഇൻറ്റേർണൽ സ്കീമയിൽ നമുക്ക് ഈ ഒരു ഡേറ്റയാണ് ഡേറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്യണം. സോ ഈ ഒരു ഡേറ്റാബേസിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യണം. ഓക്കെ, ഈ മനസ്സിലായി. ഓക്കെ, ഇന്ന ടേബിളിനെ പറ്റിയിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്തു. ഇതാണ് സ്റ്റോറിങ്ങിൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. ഇനി എനിക്ക് ഒരു സാധനം റിട്രീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഓക്കെ, ഇപ്പോൾ എനിക്ക് ഈ വേറൊരു റെക്കോർഡിനെ എനിക്ക് റിട്രീവ് ചെയ്യണം. ഇപ്പോൾ ബുക്സിനകത്ത് എത്ര ബുക്സ് ഉണ്ട്, ഹൗ മെനി ബുക്സ് ആർ ദെയർ എന്നുള്ളത് എനിക്ക് റിട്രീവ് ചെയ്യണം. അപ്പം ഇവിടുത്തെ ഡേറ്റ ഞാൻ എടുത്തു, ഇൻറ്റേർണൽ സ്കീമയിൽ നിന്ന് എടുത്തു, എൻ്റെ കൺസെപ്ഷ്വൽ സ്കീമയിലോട്ട് പോയി, എന്നിട്ട് എക്സ്റ്റേണൽ വ്യൂയിലോട്ട് ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഓരോ സ്കീമാസ് തമ്മിൽ മാപ്പിങ്സ് ഉണ്ട്. അതായത് ഇൻറ്റേർണൽ ലെവലിൽ കിടക്കുന്ന ഡേറ്റ നേരെ നമുക്ക് എക്സ്റ്റേണൽ ലെവലിലോട്ട് കൊടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ യൂസറിന് ആ സ്റ്റോർ ചെയ്തേക്കുന്നത് മനസ്സിലാവണം എന്നില്ല, കുറേ നമ്പേഴ്സ് ക്യാരക്ടേഴ്സൊക്കെ മാത്രമേ കാണത്തുള്ളൂ. സോ ഓരോ ലെവലിലും ആ ലെവലിനെ സൂട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ മാപ്പ് ചെയ്യും. ആ മാപ്പിംഗ് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഡേറ്റാബേസിൽ കിടക്കുന്ന സാധനം നേരെ കണ്ടു കഴിഞ്ഞ്, ഈ ഒരു ആക്ച്വൽ ഡേറ്റ നേരെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. സോ വാട്ട് ആർ വി ഡൂയിങ്, വിൽ മോഡിഫൈ ദി ഡേറ്റ പ്രസൻറ്റേഷൻ അറ്റ് ഈച്ച് ഓഫ് ദ ലെവൽസ്, അല്ലെങ്കിൽ മാപ്പിംഗ് നടക്കും ഇൻ ഈച്ച് ഓഫ് ദ ലെവൽസ് ഇൻ സച്ച് എ വേ ദാറ്റ് അറ്റ് ദി എൻഡ് എക്സ്റ്റേണൽ ലെവലിൽ എന്താണ് നമുക്ക് ഡേറ്റ എന്താണ് പ്രസൻറ്റബിളായിട്ട് അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യും ഡേറ്റ. ഓക്കെ, സോ ഈ ഒരു സംഭവമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇറ്റ് വിൽ മാച്ച് ടു ദ യൂസേഴ്സ് വ്യൂ. സോ ഒരു യൂസർ ഗ്രൂപ്പ് 1 ചെയ്തപ്പോൾ യൂസർ ഗ്രൂപ്പ് 2 ഓർഡർ ചെയ്യേണ്ടെങ്കിൽ ചെയ്യേണ്ട. അപ്പം പാരലി നമുക്ക് റിക്വസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇതുപോലെ മാപ്പ് ചെയ്ത് എടുക്കാം എന്നാണ് നമ്മളുടെ ഈ ഒരു 3 സ്കീമ ആർക്കിടെക്ചർ കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് 3 സ്കീമ ആർക്കിടെക്ചറിനെ പറ്റിയിട്ട്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഡേറ്റ ഇൻഡിപെൻഡൻസ് ആണ്. എന്താണ് ഒരു ഡേറ്റ ഇൻഡിപെൻഡൻസോടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു സ്കീമ ഡെഫിനിഷനെ നമ്മളിപ്പോൾ ഒരു ലെവലിൽ ഞാൻ മോഡിഫൈ ചെയ്തു എന്നുണ്ടെങ്കിൽ അടുത്ത ലെവലിൽ അവിടെ ഒരു ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇവിടെ 3 ലെവൽസ് നമ്മൾ നോക്കി, 3 സ്കീമാസ് നമ്മളിവിടെ പഠിച്ചു. എക്സ്റ്റേണൽ വ്യൂ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്കീമ, കൺസെപ്ഷ്വൽ സ്കീമ, ഇൻറ്റേർണൽ സ്കീമ. ഇതിൽ എനിക്കിപ്പം എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഒരു ഡേറ്റേനെ ഇപ്പം എനിക്ക് ഈ ഒരു ഡേറ്റാബേസിനകത്ത് ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ഡേറ്റേനെ എനിക്ക് തൽക്കാലത്തേനൊന്ന് മാറ്റി വെക്കണം. എന്തിനാണ്, എനിക്കിവിടെ കുറച്ച് സ്റ്റോറേജ് എന്താണ് പറയുന്നത്, ഇവിടെ കുറച്ച് എനിക്ക് സ്റ്റോറേജ് എനിക്ക് ഉണ്ടാക്കണം. അപ്പോൾ തന്നെ എന്താണ്, ഞാൻ ഇവിടെ കിടന്ന ഡേറ്റ ഞാൻ വേണമെങ്കിൽ ഇങ്ങോട്ട് മാറ്റുവാണ്. ഓക്കെ, ഇത് ഇൻറ്റേർണലി നടക്കുന്നൊരു കാര്യമാണ്. ഇനി ഇവിടെ ഞാനിത് ഈ ഡേറ്റ ഇങ്ങോട്ട് മാറ്റിയത് കൊണ്ട് ഈ ഒരു ലെവലിലോ ഒരു ചേഞ്ചും ഉണ്ടാവാൻ പാടില്ല.
പിടികിട്ടുന്നുണ്ടോ? അതാണ് നമ്മൾ ഡേറ്റ ഇൻഡിപെൻഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഏതൊരു സ്കീമയിൽ ഞാനൊരു ചേഞ്ച് വരുത്തിയെന്നുണ്ടെങ്കിലും അതിൻ്റെ ഹയർ ലെവലിൽ എനിക്ക് അതിൻ്റേതായിട്ടുള്ള ചേഞ്ചസ് വരാനായിട്ട് പാടില്ല. ഇവിടെ ഫസ്റ്റ് അത് എഗെയിൻ 2 ടൈപ്സ് ഉണ്ട്. ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് ഉണ്ട് ആൻഡ് ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് ഉണ്ട്. ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? എബിലിറ്റി ടു മോഡിഫൈ എ സ്കീമ അറ്റ് എ ഫിസിക്കൽ ലെവൽ. ഫിസിക്കൽ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റേർണൽ ലെവലാണല്ലേ, സ്റ്റോറേജ് ലെവൽ. ഇൻറ്റേർണൽ ലെവലാണ് ഫിസിക്കൽ ലെവൽ വരുന്നത്. ഓക്കെ, അറ്റ് ഫിസിക്കൽ ലെവൽ വിത്തൗട്ട് അഫക്റ്റിംഗ് ദ സ്കീമ ഡെഫിനേഷൻ അറ്റ് ദ ലോജിക്കൽ ലെവൽ. നെക്സ്റ്റ് ലെവലിൽ, അതായത് കൺസെപ്ച്വൽ ലെവലിൽ കിടക്കുന്ന സ്കീമയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവാൻ പാടില്ല ഞാൻ ഫിസിക്കൽ ഡേറ്റയിൽ ചേഞ്ചസ് വരുത്തുമ്പോൾ. അത് അഗൈൻ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അഡീഷണൽ ആക്സസ് സ്ട്രക്ചേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഒരു ഇപ്പം കുറച്ച് സ്റ്റോറേജ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റുവാണെന്നുണ്ടെങ്കിൽ എൻഡ് യൂസർ, ഇപ്പം ഞാനിവിടെ പറഞ്ഞില്ലേ, ഇപ്പം എനിക്കിവിടെ ബുക്സ് എന്നുള്ളൊരു ടേബിൾ ആക്സസ് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ട് മാറ്റിയെന്ന് കരുതി എൻ്റെ യൂസറിന് കിട്ടുന്ന ടേബിൾ, ഓക്കെ, ബുക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? സീരിയൽ നമ്പർ, നെയിം, അത് കഴിഞ്ഞിട്ട് ടേക്കൺ. ഓക്കെ, ഇപ്പം എൻ്റെ ഇവിടുത്തെ ഡേറ്റ ഇങ്ങോട്ട് മാറ്റി. ഓക്കെ, അപ്പം ഇവിടെ വന്ന് ബുക്സ് എന്നുള്ള ടേബിൾ സെർച്ച് ചെയ്യുമ്പോഴത്തേനും നേരത്തെ ഇൻറ്റേർണൽ സ്കീമ മാപ്പ് ചെയ്തത് ഇവിടെ ആയിരുന്നു. ആഫ്റ്റർ ദ ചേഞ്ച് ഇൻറ്റേർണൽ സ്കീമ വിൽ ബി മാപ്പിംഗ് സംവെയർ അറൗണ്ട് ഹിയർ, അങ്ങനെ വിചാരിക്കാം. അങ്ങനെ മാറി മാപ്പ് ചെയ്തതുകൊണ്ട് എൻ്റെ എൻഡ് യൂസർ എന്നുള്ള നിലയിലോ എൻ്റെ കൺസെപ്റ്റ്സിലോ എന്തെങ്കിലും ഡിഫറൻസ് കാണും. അതായത് നെയിം സ്ട്രിങ് തന്നെ ആയിരിക്കില്ലേ, നമ്പർ 6 തന്നെ ആയിരിക്കില്ലേ, എക്സ്റ്റേണൽ വ്യൂ എന്ന് പറയുന്നത് ഈ ടേബിൾ തന്നെ ആയിരിക്കില്ലേ, എന്തെങ്കിലും വ്യത്യാസം കാണും? ഇല്ല. അതെന്തുകൊണ്ടാണ്? ഡേറ്റ ഇൻഡിപെൻഡൻസ് കൊണ്ടാണ്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഇപ്പോൾ ഈ ഫിസിക്കൽ ഡീറ്റെയിൽസ്, ഇപ്പം എക്സാക്ട് ഡേറ്റ ലൊക്കേഷൻ, ഹാർഡ്വെയർ ഡീറ്റെയിൽസ്, പ്ലേസ്മെൻറ്റ്സ്, ഇതൊക്കെ യൂസറിൽ നിന്നും ഹിഡൻ ആണ്. അതുകൊണ്ട് തന്നെ യൂസർ ലെവലിലോട്ടോ ലോജിക്കൽ ലെവലിലോട്ടോ അത് എത്തത്തില്ല. അതാണ് എന്ത്? ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് എന്താണ്? ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് ആണ്. ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് പറഞ്ഞാൽ എന്താണ്? ലോജിക്കൽ ലെവലിൽ ഞാൻ എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് ലോജിക്കൽ ലെവലിൽ ഞാൻ എന്തെങ്കിലും ചേഞ്ച് ചെയ്തു എന്നുണ്ടെങ്കിൽ അതെൻ്റെ ഹയർ ലെവൽസിലോട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അതായത് എക്സ്റ്റേണൽ ലെവലിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അങ്ങനെ ലോജിക്കലി നമുക്ക് നമ്മളുടെ ഡേറ്റാസ്, ഞാനിപ്പം എൻ്റെ കൺസ്ട്രെയിൻസ് ചേഞ്ച് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഇപ്പം എൻ്റെ നമ്പർ നമ്പർ ഇപ്പം എനിക്ക് 6 ഇപ്പം ഗ്രേറ്റർ ദാൻ 6 എന്ന് പറയുന്നത് ഇപ്പോൾ ഐ എം ജസ്റ്റ് മെൻഷനിങ്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 000. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു കൺസ്ട്രെയിൻ എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനങ്ങനെ ഒരു പുതിയ കൺസ്ട്രെയിൻ ഇവിടെ കൺസെപ്ച്വൽ സ്കീമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു ടേബിളിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. നമ്മൾ എന്തൊക്കെ റെക്കോർഡ് കൊടുത്തോ അതങ്ങനെ തന്നെ കാണുകയും ചെയ്യും. അപ്പോൾ പുതിയ റെക്കോർഡ് ഞാൻ കൊടുക്കുമ്പോഴത്തേനും ഓക്കെ ഇങ്ങനെ ഇവിടെ ഒരു കൺസ്ട്രെയിൻ ഉണ്ടെന്നുള്ള ഒരു രീതിയിൽ ഞാൻ കൺസിഡർ ചെയ്തത് കൊടുത്താൽ മതി. പക്ഷേ വാട്ട് എവർ ഹാപ്പൻസ് എന്നാണ് നമ്മൾ ഡേറ്റയിൽ അവിടെ ചേഞ്ച് വരുന്നില്ല. പിടികിട്ടിയോ? ചേഞ്ചസ് ടു ദ കൺസ്ട്രെയിൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രക്ചർ വെച്ചിട്ടുള്ള ചേഞ്ചസിൽ നമുക്ക് എക്സ്റ്റേണൽ ലെവലിൽ നമ്മുടെ വ്യൂവേഴ്സ് കാണുമ്പോൾ അല്ലെങ്കിൽ എൻഡ് യൂസേഴ്സ് കാണുമ്പോഴത്തേനും ഒരു ചേഞ്ചസും അവിടെ വരുന്നില്ല. ഓക്കെ, അതാണ് ഈ ഒരു ഡേറ്റ ഇൻഡിപെൻഡൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.